നമസ്കാരം. 18ാം ലോക്സഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. മന്ത്രിസഭ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അധികാരമേൽക്കുന്ന ഒരു ദിവസമാണ്. ഒപ്പം വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ. അതായത് 2 മലയാളികൾ ഇന്ന് കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു വാർത്തയുണ്ട്. കേന്ദ്രമന്ത്രിയായി ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത് ജോർജ് കുര്യനും മറ്റൊന്ന് സുരേഷ് ഗോപിയുമാണ്. വളരെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് പുറമെ കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ കൂടി 3ാം മോദി സർക്കാരിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. മാത്രമല്ല, നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്നു ഈ ജോർജ് കുര്യൻ എന്നുള്ളത്. BJP ഡൽഹി കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ജോർജ്. അതാണ് ഇപ്പോൾ ജോർജിന് തുണയായി മാറിയിരിക്കുന്നത്. BJP ഡൽഹി കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള വലിയ ബന്ധം ഈ ജോർജ് കുര്യനും ഒപ്പം തന്നെ അമിത്ഷായുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടും ജോർജ് കുര്യനുണ്ട്. ആ ബന്ധമാണിപ്പോൾ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി പദവിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് ജോർജ് കുര്യന് മന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചത് എന്നുള്ളതാണ് സൂചന. അതായത് നേരത്തെ BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവിയൊക്കെ അദ്ദേഹം അലങ്കരിച്ചിരുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും യുവമോർച്ച മുതൽ BJPയിൽ പ്രവർത്തിച്ചു വരികയുമായിരുന്നു ഈ ജോർജ് കുര്യൻ എന്നുള്ള വ്യക്തി. അതുമാത്രമല്ല, അദ്ദേഹം ചാനൽ ചർച്ചകളുടെയും മലയാളികളുടെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഒപ്പം തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ന്യൂനപക്ഷങ്ങൾ ഇവിടെ അറിയാമല്ലോ, ഇവിടെ സുരേഷ് ഗോപിക്ക് ക്രിസ്തീയ വോട്ടുകൾ അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ക്രിസ്തീയ വോട്ടുകൾ കൂടി ഇനിയും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൂടി, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും, അതായത് ഇപ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭൂരിപക്ഷ ഹിന്ദുക്കളോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ഏകീകരിക്കുക അല്ലെങ്കിൽ ക്രോഡീകരിക്കുക എന്നൊരു ലക്ഷ്യം ദേശീയ BJP സഖ്യത്തിന് അല്ലെങ്കിൽ ദേശീയ BJPക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിനുണ്ട്. മോദി അടക്കമുള്ളവർ അത്തരത്തിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ജോർജ് കുര്യന് ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അവർ കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തും വളരെ വലിയ ട്വിസ്റ്റുകൾക്ക് ശേഷമാണ്. ഒപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നു എന്നുള്ള വാർത്തകളൊക്കെ കൃത്യമായി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സൂചനകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. കാരണം ചായ സൽക്കാരത്തിനടക്കം ക്ഷണനം ഇന്നത്തെ കേന്ദ്രമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്കും പ്രധാനമന്ത്രിയുമൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചായ സൽക്കാരമാണ് രാവിലെ പറഞ്ഞിരുന്നത്. ആ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ളവരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളവരടക്കം അതിനകത്ത് പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതേസമയം സുരേഷ് ഗോപിക്ക് യാതൊരുതര നിർദ്ദേശവും ഡൽഹിയിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പുറപ്പെടാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നേരിട്ട് സുരേഷ് ഗോപിയെ വിളിക്കുകയായിരുന്നു. അങ്ങനെ സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ച് ഡൽഹിയിലേക്ക് ഉടൻ തന്നെ പുറപ്പെടണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മലയാളത്തിൻ്റെ 2 താരങ്ങളായി മാറുന്നു. മാത്രമല്ല, കേരളത്തിലുള്ള സമ്മാനങ്ങളായി തീരുകയാണ് കേന്ദ്രമന്ത്രിമാരായി ചാർജെടുക്കുന്ന സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഇവിടെ നമുക്കറിയാം വലിയ ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ രാവിലെ മുതൽ തന്നെ പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളുണ്ടായി. ഒടുവിലാണ് നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിയെ വിളിക്കുകയും തൃശ്ശൂർ എടുത്തത് മുതൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്ന ഒരു നേതാവായിരുന്നു സുരേഷ് ഗോപി. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ വലിയ അനിശ്ചിതത്വങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു. കാരണം സിനിമയ്ക്കായി തൽക്കാലം പദവി വേണ്ട എന്ന ഒരു നിലപാട് കൂടി ഒരിക്കൽ കൂടി താരം സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇതിനിടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു നേതാവിനെ പരിഗണിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ കൂടി ഉയർന്നിരുന്നു. രാവിലെ മുതൽ ആർക്കും പിടിതരാതെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 6:10 തിരുവനന്തപുരം ദില്ലി വിമാനം പോയി. പിന്നീടുള്ള വിമാനങ്ങളിലും ടിക്കറ്റ് എടുക്കാതെ താരം വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒടുവിലാണ് ദില്ലിയിൽ നിന്നും കോളെത്തുന്നു. ഉടൻ തന്നെ ഡൽഹിയിലേക്ക് എത്തണമെന്നുള്ള മോദിയുടെ കോൾ അല്ലെങ്കിൽ നിർദ്ദേശം എത്തുന്നു. ദില്ലി കോൾ വന്നിട്ടും സസ്പെൻസ് തീരുന്നില്ലായിരുന്നു. അപ്പോൾ തന്നെ 12:10 വിമാനത്തിൽ ടിക്കറ്റ് ഇല്ലാതാകുന്നു. ബാംഗ്ലൂരിലെത്തി അവിടെ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലാണ് യാത്രയ്ക്കായിട്ട് ഒരു ശ്രമം നടത്തുന്നു. ഒടുവിൽ 12:10 ദില്ലിക്ക് നേരിട്ടുള്ള വിമാനത്തിൽ ടിക്കറ്റ് ലഭിക്കുന്നു. ഒടുവിൽ ഭാര്യ രാധികയ്ക്കൊപ്പം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു. നരേന്ദ്രമോദിയുടെ കേരളത്തിലെ സ്വന്തം പ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്നുള്ളത്. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ഇറക്കി വിജയിപ്പിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ തന്ത്രം കൂടിയായിരുന്നു. കാത്തിരുന്ന താമര വിരിയിച്ച് ഒടുവിൽ ക്യാബിനറ്റിലേക്ക് ആക്ഷൻ ഹീറോ എത്തുമ്പോൾ കേരളം BJPക്ക് മാത്രമല്ല സന്തോഷം, കേരളത്തിൻ്റെ അംബാസഡർ ആകുമെന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തിലാണ് മലയാളികളുടെ പ്രതീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2 പേർക്കും ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. 3ാമത് കേന്ദ്രമന്ത്രിസഭ രൂപീകരിക്കുന്ന BJPക്കും ഒപ്പം തന്നെ നയിക്കുന്ന നരേന്ദ്രമോദിക്കും ഒപ്പം ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ പ്രിയ താരങ്ങളായിട്ടുള്ള സുരേഷ് ഗോപിക്കും ഒപ്പം ജോർജ് കുര്യനും എല്ലാവിധത്തിലുള്ള ആശംസകളും.